ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് മല്ലിപ്പൊടി എങ്ങനെ പൊടിക്കാമെന്നിട്ട് നമ്മളെ കറികളൊക്കെ രുചി കൂട്ടാനൊക്കെ ഇട്ട് മല്ലി എങ്ങനെ പൊടിക്കാമെന്നുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ഇങ്ങനെയാണ് നല്ല മണത്തിലും രുചിയിലും ഈ മല്ലിപ്പൊടി എങ്ങനെ വറുത്ത് പൊടിക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഒരു 200 ഗ്രാമിൻ്റെ അടുത്തുള്ള മല്ലി ആണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി നമ്മൾ ഉണക്കിയിട്ട് എല്ലാം ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് വറക്കെടുക്കുക. ഇനി കഴുകി ഉണക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് നല്ല തുടച്ചെടുക്കുക. എന്നിട്ട് നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം വറക്കുക കേട്ടോ. ഇനി നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില നല്ല ഡ്രൈ ആയതിന് ഇട്ട് കൊടുക്കുക. കഴുകി നനവില്ലാത്തതിന് ഇട്ട് കൊടുക്കുക കേട്ടോ. നനവ് നമ്മൾ ഇതിലിടുന്ന ഒന്നും നനവ് ഉണ്ടാവാൻ പാടില്ല, കാരണം നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നനവ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കറിവേപ്പില കുറച്ച് കൂടുതലിട്ട് കൊടുക്കുക. ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ കറിവേപ്പില. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കറികൾക്ക് നല്ല മണവും ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ എത്തുമ്പോൾ അത് നമ്മളെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് കേട്ടോ. കറിവേപ്പില എത്രയും കൂടുതലിട്ടാൽ അത്രയും നല്ലതാണ്. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുത്തത് 1 സ്പൂണ് പെരിഞ്ജീരകമാണ്. പിന്നെ അതിനുശേഷം 1 സ്പൂണ് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇതിൻ്റെ ഈ കറിവേപ്പിലയില്ല, അത് നല്ല ഡ്രൈ ആകുന്ന വരെയാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ സ്റ്റേജ് ഇട്ടാൽ മല്ലി മീഡിയത്തിൽ തന്നെ ഫ്ലെയിം ഇടാൻ നോക്കുക, ഹൈയിൽ ഇടരുത്. നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ ഇതാണ്ട് ഡ്രൈ ആയി ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയമാകുമ്പോൾ ഒരു പിടി പൊരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പൂരത്തിനൊക്കെ പോയാൽ കിട്ടുന്ന പൊരിയില്ലേ, പൂരത്തിന് നിറച്ചൊക്കെ പോയി ഈ പൊരി കിട്ടില്ലേ, അതെല്ലാ സ്ഥലത്തും സമയത്തും കിട്ടും. അത് ഞങ്ങളുടെ നാട്ടിൽ പൊരി എന്നിട്ട് പറയുന്നത്, വേറെ വല്ല പേരുണ്ടെന്ന് എനിക്കറിയില്ല. അതിട്ട് ഒരു പിടി ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കറികൾക്ക് നല്ല കൊഴുപ്പും നല്ല തിക്നെസ്സൊക്കെ കിട്ടും. അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾ ഇതുപോലെ പൊടിക്കുമ്പോൾ നമ്മൾ അരി ചേർക്കാറുണ്ട്. അതിൻ്റെ പകരം പൊരിയാണ് ടപ്പ് ചേർത്തിരിക്കുന്നത്. അതിലിട്ട് നല്ല ഇളക്കി കൊടുക്കുക. നമ്മൾ ആ കറിവേപ്പില ഡ്രൈയും മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതങ്ങനെ പൊടിയുന്ന പോലെ ആവുന്ന വരെ നമ്മൾ സ്റ്റേജ്. ഈ മല്ലിപ്പൊടി നമുക്ക് ഏത് കറികൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വെജിനും നോൺ വെജിൻ്റെ കൂടെ ഒക്കെ ഈ മല്ലി നമ്മൾ ഏതൊക്കെ കറികൾ ചേർക്കുന്നോ അതിനൊക്കെ ഇത് ഉപയോഗിക്കാം. അതുപോലെ സ്റ്റൂ, മുട്ടക്കറി ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണമായിരിക്കും കേട്ടോ കറികൾക്ക്. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ നല്ല പൊട്ടി പോകുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി പൊരി ഒന്ന് ചൂടായാൽ മതി. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം ജാറിലിട്ട് നല്ല ഫൈൻ പൗഡർ പോലെ പിടിച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഞാനത് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വലിയ ജാറിലിട്ട് പൊടിച്ച്, നമുക്ക് ചെറിയ ജാറിലാണെങ്കിൽ ഏതിലും നല്ല ഫൈനായിട്ട് പൊടി വെച്ചാൽ അതിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പൊടിച്ച് ആദ്യൊരു പ്ലേറ്റിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. പ്ലേറ്റിലിട്ടതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ബോട്ടിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് ബോട്ടിൽ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ എടുക്കുക, വെള്ളം നനവോ ഒന്നും ഇല്ലാത്ത തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മല്ലിപ്പൊടി ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യാം. നമുക്ക് കഴിയുന്ന നേരത്തെ പിന്നെ ഇതുപോലെ തന്നെ പൊടിച്ച് വെച്ചാൽ മതിയിട്ട്. നല്ല മണമാണ്, നല്ല നമ്മൾ വറുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടത്. ഈ മല്ലിപ്പൊടിക്ക് വറുത്ത് എടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും. അപ്പോൾ കറികളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.